KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം പ്രകീർത്തന സാഗരമിരമ്പി. ശരീഅത്തിനെതിരെയുള്ള കയ്യേറ്റം ചെറുത്തുതോൽപ്പിക്കും, കോലം കത്തിച്ചവരോട് പരിഭവമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പുത്തൻവാദങ്ങൾ സാങ്കേതികവിദ്യ സജീവമായതോടെ പൊളിയുകയാണെന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പൈതൃകത്തെ തള്ളിപ്പറഞ്ഞത് പ്രതിസന്ധിക്ക് കാരണമെന്ന് പണ്ഡിത സമ്മേളനം. ഒരൊറ്റ ശബ്ദത്തിൽ മുഴങ്ങിയത് മൗലിദിനെതിരെ വാളോങ്ങുന്നവർക്കുള്ള കനത്ത താക്കീത്. പ്രവാസി ഇന്ത്യക്കാർക്ക് OCI കാർഡ് നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചന. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെയെന്ന് സുപ്രീം കോടതി. ഭരണഘടന പ്രകാരം സ്ത്രീകളെ തടയേണ്ട ആവശ്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പത്താൻകോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 4 പേർ കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. പ്രവാചക പ്രകീർത്തനങ്ങൾ പെയ്തിറങ്ങിയ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന് ഒഴുകിയെത്തിയത് ജനലക്ഷങ്ങൾ. സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ മർക്കസു സഖാഫത്തി സുന്നിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മീലാദ് സമ്മേളനം രാജ്യാന്തര തലത്തിലുള്ള പണ്ഡിത സൂഫി നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് പ്രൗഢമായി. വിവിധ ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളും മൗലിദ് പാരായണവും വിശ്വാസികളെ പ്രവാചക സ്നേഹത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ശുഭ്രവസ്ത്രധാരികളായ പ്രവാചക പ്രേമികൾ സംഗമിച്ചപ്പോൾ കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ പാൽക്കടലായി മാറുകയായിരുന്നു. കോഴിക്കോട് സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത മഹാസംഗമത്തിനാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. നബിദിനത്തെക്കുറിച്ച് പുത്തൻവാദികൾ നടത്തിവരുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ലോകരാഷ്ട്രങ്ങളിൽ നബിദിനം പ്രൗഢിയോടെ തന്നെ ആഘോഷിക്കുന്നുവെന്നും പണ്ഡിതന്മാർ പ്രഭാഷണങ്ങളിൽ വ്യക്തമാക്കി. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പ്രമാണിച്ച് വിവിധ രാജ്യങ്ങളിൽ നടന്നുവരുന്ന നബിദിനാഘോഷ പരിപാടികളുടെ സമാപ്തി കുറിച്ചാണ് കോഴിക്കോട് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം ഒരുക്കിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നബിദിനാഘോഷമാണ് കോഴിക്കോട് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ്. ബീച്ചിൽ പ്രത്യേകം സജ്ജമാക്കിയ വിശാലമായ സമ്മേളനവേദിയിൽ വൈകിട്ട് 4:30 സയ്യിദ് യൂസുഫുൽ ജിലാനി വൈലത്തൂർ പതാക ഉയർത്തിയതോടെയാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖ് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അപ്പോളോ മൂസ ഹാജി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ലോക പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ടുണീഷ്യയിലെ സൈത്തൂന യൂണിവേഴ്സിറ്റി പ്രതിനിധിയുമായ ഡോക്ടർ മുഹമ്മദ് ഇഷ്തവി സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ടുണീഷ്യയുടെ ജനപ്രതിനിധി സഭയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ നടന്ന കോൺഫറൻസിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തി. ഭാഷദേശാന്തരങ്ങൾക്കപ്പുറം പ്രവാചക പ്രേമത്തിന്റെ അലകടൽ അറബിക്കടലോരത്ത് ഒരൊറ്റ ശബ്ദത്തിൽ മുഴങ്ങിയത് മൗലിദിനും മറ്റ് നബികീർത്തനങ്ങൾക്കുമെതിരെ വാളോങ്ങുന്നവർക്ക് കനത്ത താക്കീതായി മാറി. ഇന്നലെ കോഴിക്കോട്ട് നടന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഗദ്യമായും പദ്യമായും പ്രവാചക പ്രേമം പ്രകടിപ്പിച്ച് ഒരു സന്ധ്യ കഴിച്ചുകൂട്ടിയത്. പ്രവാചക കീർത്തന സദസ്സുകൾ കേരളത്തിൽ മാത്രമേയുള്ളൂവെന്ന പുത്തൻവാദികളുടെ പ്രചാരണത്തിനാണ് ഇതോടെ മുനയൊടിക്കപ്പെട്ടത്. മലേഷ്യൻ കുട്ടികളുടെ ഇമ്പമാർന്ന പ്രകീർത്തന ഗാനത്തോടെയാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന് ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് അരങ്ങുണർന്നത്.
തുടർന്ന് മഗ്രിബ് നിസ്കാര ശേഷം ടുണീഷ്യ, സൊമാലിയ, ലബനാൻ, ജോർദാൻ, ഇംഗ്ലണ്ട്, തുർക്കി, യമൻ, UAE രാഷ്ട്രങ്ങളിലെയും ഇതര സംസ്ഥാനങ്ങളിലെയും പണ്ഡിതരുടെ പ്രവാചക പ്രകീർത്തന വേദിക്കായിരുന്നു സദസ്സ് സാക്ഷ്യം വഹിച്ചത്. പ്രകീർത്തനത്തിന് അവസാനം കുറിച്ചുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ രചിച്ച മൗലിദ് സദസ്സും വേദിയും ഒന്നിച്ചുരുവിട്ടപ്പോൾ അത് കോഴിക്കോടൻ കടപ്പുറത്തിന് മറ്റൊരു അനുഭവമായി. നബിതങ്ങളുടെ വിനയാന്യുതമായ സ്വഭാവം കൈമുതലാക്കിയാണ് മുസ്ലിംകൾ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങേണ്ടതെന്ന് സയ്യിദ് ഹബീബ് അലി ജിഫ്രി യമൻ പറഞ്ഞു. നബിയുടെ മഹത്തായ ആ സ്വഭാവത്തിന് ലോകത്തിനെ തന്നെ കീഴടക്കാൻ സാധിച്ചുവെന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശം ആദം നബി അലൈഹിസ്സലാം വഴിയാണെന്നിരിക്കെ ആദം നബിയുടെ ആഗമനം കൊണ്ട് അനുഗ്രഹീതമായ ഇന്ത്യക്കാർ ഭാഗ്യവാന്മാരാണെന്നായിരുന്നു ടുണീഷ്യയിലെ ഡോക്ടർ മുഹമ്മദ് ഇഷ്തവി പറഞ്ഞത്. മൗലിദാഘോഷത്തിനെതിരെയുള്ള ജൽപ്പനങ്ങൾ ലോകം തള്ളിക്കളഞ്ഞുവെന്നതിന്റെ തെളിവാണ് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനമെന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവനയെ സദസ്സ് തക്ബീർ ധ്വനികളോടെയാണ് വരവേറ്റത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഫിജി തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ ഒട്ടനവധി മൗലിദ് സദസ്സുകളിൽ തനിക്ക് സംബന്ധിക്കാനായെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു തന്ന സ്നേഹ സന്ദേശം വഴിയാണ് ശത്രുക്കളെ നാം കീഴടക്കേണ്ടത്. ഭീകരവാദവും തീവ്രവാദവും ഒന്നും നബിചര്യയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ശരീഅത്തിനെതിരെ ഉയരുന്ന ഏത് കയ്യേറ്റങ്ങളും പണ്ഡിതരുടെ നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം ചെറുത്തു തോൽപ്പിക്കുമെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. നിത്യജീവിതത്തിൽ ശരീഅത്ത് നിയമങ്ങൾ പാലിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് തീർപ്പ് പറയാൻ അവകാശമുള്ളൂ. മതകീയ ജീവിതം പാലിക്കാത്തവരുടെ മതത്തെക്കുറിച്ചുള്ള വിശദീകരണം മുസ്ലിങ്ങൾക്ക് ഗൌരവമായി എടുക്കാൻ കഴിയില്ലെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. മർക്കസ് കോഴിക്കോട് സംഘടിപ്പിച്ച മീലാദ് കോൺഫറൻസിൽ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോ പോലെയല്ല മുസ്ലിംകൾ ഖുർആനെയും പ്രവാചകചര്യയും കാണുന്നത്. കവിത പോലെയോ നാടകം പോലെയോ വിശദീകരിക്കാൻ കഴിയുന്നതല്ല ഇസ്ലാമിക നിയമങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിനും ജ്ഞാനപാരമ്പര്യത്തിനും ഒരു രീതിശാസ്ത്രമുണ്ട്. വ്യക്തിപരമായ മതത്തിന്റെ അടിസ്ഥാനപരമായ വിധിവിലക്കുകൾ പാലിക്കുക എന്നതാണ് ആ രീതിശാസ്ത്രം. ഇത് പാലിക്കാത്തവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഗൌരവമായി കാണാനാകില്ല. കവിത പഠിച്ചവർ കവിത പഠിപ്പിക്കട്ടെ, ന്യൂറോളജി പഠിച്ചവർ രോഗികളെ ശുശ്രൂഷിക്കട്ടെ, മതം പഠിച്ചവർ മതനിയമങ്ങളും പഠിപ്പിക്കട്ടെ. അല്ലാതെ മലയാള സാഹിത്യവും പത്രപ്രവർത്തനവും പഠിച്ചവർ ഖുർആനെ വിശദീകരിക്കാൻ നോക്കുന്നത് തലച്ചോറിന് ഓപ്പറേഷൻ നടത്താൻ നോക്കുന്നത് പോലെയാണെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. തെറ്റായ നിലക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വളരെ ഖേദകരമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മതത്തെ സംബന്ധിച്ച് പറയാൻ അധികാരമുള്ളവർ മതപണ്ഡിതന്മാരാണ്. അവരത് പറയട്ടെ. അല്ലാത്തവർ അവരുടെ വഴി നോക്കണം. അവർ മതത്തിലേക്ക് കാര്യമെന്ന് പറയാൻ വരണ്ട. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും 2 വാക്ക് പറയാൻ പഠിച്ചത് കൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. മതനിയമങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ തന്റെ കോലം കത്തിച്ചവരോടോ കോലം ഉണ്ടാക്കിയവരോടോ പരിഭവമില്ലെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഈ നിലപാടുകളുടെ പേരിൽ എന്നെ തന്നെ കത്തിച്ചാലും പ്രശ്നമില്ല. നിലപാടുകളുടെ അടിസ്ഥാനമായി ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ കത്തിക്കാനുള്ള ആത്മവിശ്വാസമില്ലായ്മ കാരണമാണ് ഇവർക്ക് എന്റെ കോലം കത്തിക്കേണ്ടി വരുന്നത്. ആ ആത്മവിശ്വാസമില്ലായ്മ പ്രകടിപ്പിക്കാനുള്ള ഒരു കാരണമായി തീരാൻ കഴിഞ്ഞു എന്നതിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ തനിക്ക് അഭിമാനമേയുള്ളൂവെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ഫോട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരം തന്നെ കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിന് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവനായാലും, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവനായാലും ശരി, അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും. സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. സാധുക്കളായ സുന്നികളെ, സാധുക്കളായ പ്രവർത്തകരെ എന്തെങ്കിലും അധികാരം ഉപയോഗപ്പെടുത്തി ആര് തന്നെ ആയാലും ശരി അടിച്ചമർത്താൻ ഉദ്ദേശിച്ചാൽ അവർ അടിച്ചമർത്തപ്പെട്ടു പോകും. വളരെ ഗൗരവമായി ചിന്തിക്കണം.
പല രാജ്യങ്ങളിലും നബിദിനാഘോഷങ്ങൾ ഇല്ലെന്ന് പ്രചരിപ്പിക്കുന്ന പുത്തൻ ആശയക്കാരുടെ വാദങ്ങൾ ആധുനിക സാങ്കേതികവിദ്യ സജീവമായതോടെ പൊളിയുകയാണെന്ന് SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മർക്കസ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നബിദിനാഘോഷങ്ങൾ നടക്കുന്നത് ഇന്ന് വാർത്താമാധ്യമങ്ങളിലൂടെ നാം അറിയുകയാണ്. കാരണം മുഹമ്മദ് നബി സിഫത്തല്ലാതെ സത്യമല്ലാതെ പറയില്ല എന്ന ഉറച്ച വിശ്വാസം അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. വിശ്വാസമാണ് ഇസ്ലാമിന്റെ കരുത്ത്. ഇസ്ലാം യുക്തിഭദ്രമാണ്. എന്നാൽ ചിലർ അവരുടെ യുക്തിക്ക് ശരിയെന്ന് തോന്നിയതേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇസ്ലാം ഒരിക്കലും ആരെയും അടിച്ചേൽപ്പിച്ച് വിശ്വസിപ്പിക്കാൻ പറയുന്നില്ല. ലോകത്തിന്റെ ഏതു ഭാഗത്തും ഇതിനുള്ള ശ്രമങ്ങളുണ്ടായാലും വിശ്വാസി സമൂഹം തള്ളിക്കളയണമെന്നും പൊന്മൾ ഉസ്താദ് പറഞ്ഞു. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് സൂഫി സരണിയിലൂടെയാണെന്നും പൈതൃകത്തെ തള്ളിപ്പറഞ്ഞതാണ് ആധുനിക മുസ്ലിം സമൂഹം നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നും അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി നടന്ന പണ്ഡിത സമ്മേളനം ചൂണ്ടിക്കാട്ടി. പാരമ്പര്യ ഇസ്ലാമിനെ കൈവെടിഞ്ഞവരാണ് ഇസ്ലാമിന്റെ പേരിൽ ഭീകരവാദവും തീവ്രവാദവും പ്രചരിപ്പിക്കുന്നത്. പൂർവ്വസൂരികൾ കൈമാറി വന്ന വിജ്ഞാനശാഖകളെ അവമതിക്കുകയും സ്വന്തം ബുദ്ധിക്കും ചിന്താഗതിക്കും അനുസൃതമായി മതത്തെ ദുർവ്യാഖ്യാനം നടത്തുകയും ചെയ്തവരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് സംഘർഷം സൃഷ്ടിക്കുന്നതെന്നും സമ്മേളനം വിലയിരുത്തി. മർക്കസ് സ്ഥാപനമായ മദീനത്തുന്നൂർ കോളേജിൽ നിന്ന് ഈ വർഷം ബിരുദം നേടിയിറങ്ങിയ 50 നൂറാനികൾക്കുള്ള ബിരുദദാനം ഇന്നലെ കോഴിക്കോട് ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിൽ ലോക പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ നടന്നു. നൂറാനികൾ ദേശീയ ദേശാന്തര ലോകത്ത് എങ്ങനെ ഇടപെടുന്നു എന്ന് അടയാളപ്പെടുത്തുന്നതായിരുന്നു അവർ ഇന്ന് വഹിക്കുന്ന സ്ഥാനങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ കണ്ടത്. ബ്രിട്ടനിലെ കാംബ്രിഡ്ജ് സർവകലാശാലയിലും ജർമ്മനിയിലും ഗവേഷണം നടത്തുന്നവർ, ബംഗാളിലും ആസാമിലും പോയി വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ, ഗുജറാത്തിലും ബാംഗ്ലൂരിലും ദവാ കോളേജുകൾ നടത്തുന്നവർ, JNUവിലും ജാമിയ മില്ലിയയിലും PhD ചെയ്യുന്നവർ, ഇങ്ങനെ നീളുന്നു നൂറാനികൾ വഹിക്കുന്ന സ്ഥാനങ്ങൾ. നൂറാനികൾക്കുള്ള സന്നദ്ധദാന ചടങ്ങും വ്യത്യസ്തമായിരുന്നു. 6 മിനിറ്റ് 3 സെക്കൻഡിൽ 50 നൂറാനികളുടെ പേരും അവരുടെ സ്ഥാനങ്ങളും വിശദീകരിച്ചു. النورانيون يقبلون إلى المجتمع من الكلية أنهم حصلوا المقامات العليا. Abdurrahman Noorani, Markaz Zonal Manager at Gundalpayar. Umar Ali Shihab Noorani, Manager Al Noor Education Center, Mysore. Jafar Kunjabdullah Noorani, Assistant Manager IEBI, Delhi. Shabi Noorani, PG at Azim Premji University. Abdul Ghaffur Noorani, Faculty Markazul Hidayah Co. Muhammad Irfan Noorani, Coordinator MGSM and GSV, Pune. Muhammad Junaid Noorani, Faculty at Markin. കൃത്യസമയം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും വേറിട്ട അനുഭവമായി മാറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുരികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന,
സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാലികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധമേകും തൂലിക. റിസാല, 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 റിസാല. വാർത്തകൾ തുടരുന്നു. ഇറാന്റെ നിലപാടുകൾ മേഖലയിൽ അശാന്തി വിതയ്ക്കുന്നുവെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി. വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇറാന്റെ നടപടികളും നിലപാടുകളും മേഖലയിൽ അശാന്തി വിതക്കുന്നതായി ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം കൈറോയിലെ അറബ് ലീഗ് ആസ്ഥാനത്ത് ചേർന്ന അറബ് വിദേശകാര്യമന്ത്രിമാരുടെ അസാധാരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെഹ്റാനിലെ സൗദി എംബസിയും മഷ്ഹദിലെ നയതന്ത്ര കാര്യാലയവും ആക്രമിച്ച സംഭവം യോഗം ചർച്ച ചെയ്തു. സംഭവത്തെ അപലപിച്ച് പ്രമേയം പാസാക്കുകയും അന്താരാഷ്ട്ര മര്യാദകളും നിയമങ്ങളും പാലിക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന് ഉണർത്തുകയും ചെയ്തു. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധത്തെക്കുറിച്ച് 1961 അംഗീകരിച്ച വിയന്ന കരാർ പാലിക്കാനും ഇറാൻ സന്നദ്ധമാവണം. സൗദിക്കെതിരെ ഇറാൻ അധികൃതരിൽ നിന്നുണ്ടായ പ്രതികരണവും അപലപനീയമാണെന്ന് യോഗം വിലയിരുത്തി. ഒരു രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ആഭ്യന്തരമായി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുന്നത് ആ രാജ്യത്തിനു മേലുള്ള ഇടപെടലായാണ് വിലയിരുത്തപ്പെടുന്നത്. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ സൗദിക്ക് യോഗം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബഹ്റൈനിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ഇടപെടലിനെയും സമ്മേളനം അപലപിച്ചു. ഇറാൻ വിപ്ലവ ഗാർഡുകളുടെയും ലബനാനിലെ ഹിസ്ബുള്ളയുടെയും സഹായത്തോടെ ബഹ്റൈനിൽ ചിലർ കുഴപ്പങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചു. മേഖലയിൽ അശാന്തിയും കുഴപ്പങ്ങളും വിതക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ അവസാനിപ്പിക്കാനും നല്ല അയൽബന്ധം പുലർത്താനും തയ്യാറാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസി ഇന്ത്യക്കാർക്ക് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ OCI കാർഡ് നൽകുന്ന കാര്യം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. പ്രവാസി ഇന്ത്യക്കാരിലെ 5-6 തലമുറകൾക്ക് ഇത്തരം കാർഡുകൾ നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് പ്രവാസി ഭാരതീയ ദിവസിനോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ സുഷമ വ്യക്തമാക്കി. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ആധാർ കാർഡ് നൽകുന്നതിനുള്ള നിർദ്ദേശവും സർക്കാരിന്റെ മുന്നിലുണ്ടെന്നും അവർ വ്യക്തമാക്കി. നിലവിൽ ഇന്ത്യയിൽ ഉള്ളവർക്ക് മാത്രമാണ് ആധാർ കാർഡുകൾ നൽകുന്നത്. പ്രവാസികൾ മേക്ക് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നീ പദ്ധതിയുടെ പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങണമെന്നും അവർ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. ഭരണഘടന പ്രകാരം സ്ത്രീകളെ തടയേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ തടയാൻ ദേവസ്വം ബോർഡിന് അധികാരവുമില്ലെന്നും കോടതി പറഞ്ഞു. 1500 വർഷം മുമ്പ് സ്ത്രീകൾ വന്നിട്ടില്ലെന്നും പൂജ നടത്തിയിട്ടില്ലെന്നും പറയാൻ കഴിയുമോ എന്ന് കോടതി ചോദിച്ചു. ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന കേസിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. അടുത്ത മാസം 8-ന് കേസിൽ വീണ്ടും വാദം കേൾക്കും. പത്താൻകോട്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പാകിസ്ഥാൻ സംയുക്ത അന്വേഷണ സംഘം രൂപീകരിച്ചു. ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി FIA, രഹസ്യാന്വേഷണ വിഭാഗം ISI, ഭീകരവാദ വിരുദ്ധ വിഭാഗം CTD എന്നീ വിഭാഗങ്ങളാണ് അന്വേഷണ സംഘത്തിൽ. പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ 4 പേരെ പിടികൂടിയതായും റിപ്പോർട്ടുകളുണ്ട്. പാക് ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന് അക്രമത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയിരുന്നു. ഇന്ത്യ വധിച്ച ഭീകരരുടെ DNA സാമ്പിൾ അടക്കമുള്ള തെളിവുകളും ഇന്ത്യ പാകിസ്ഥാന് കൈമാറിയിരുന്നു. ഇന്ത്യ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ എടുത്തില്ലെങ്കിൽ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഈ മാസം 15-നാണ് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾ നടത്താനിരിക്കുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടപടികളും വേഗത്തിലാക്കണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം പ്രകീർത്തന സാഗരമിരമ്പി. ശരീഅത്തിനെതിരെയുള്ള കയ്യേറ്റം ചെറുത്തു തോൽപ്പിക്കും. കോലം കത്തിച്ചവരോട് പരിഭവമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പുത്തൻവാദങ്ങൾ സാങ്കേതികവിദ്യ സജീവമായതോടെ പൊളിയുകയാണെന്ന് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പൈതൃകത്തെ തള്ളിപ്പറഞ്ഞത് പ്രതിസന്ധിക്ക് കാരണമെന്ന് പണ്ഡിത സമ്മേളനം. ഒരൊറ്റ ശബ്ദത്തിൽ മുഴങ്ങിയത് മൌലിദിനെതിരെ വാളോങ്ങുന്നവർക്കുള്ള കനത്ത താക്കീത്. പ്രവാസി ഇന്ത്യക്കാർക്ക് OCI കാർഡ് നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചന. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചുകൂടെയെന്ന് സുപ്രീംകോടതി. ഭരണഘടന പ്രകാരം സ്ത്രീകളെ തടയേണ്ട ആവശ്യമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പത്താൻകോട്ട് ഭീകരാക്രമണം. പാകിസ്ഥാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 4 പേർ കസ്റ്റഡിയിൽ.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.